അപ്പൊ ഈ പടത്തിന്റെ ഒരു രഹസ്യം എനിക്കറിയണം. ഞാൻ ചോദിച്ചു, ആരാടാ ഷർട്ടിന്റെ പുറകിൽ ഞാൻ ചോദിച്ചതാ. അപ്പോൾ ഇന്ദ്രൻ. മല്ലിക സുകുമാരൻ ടിക്കറ്റ് ഉണ്ട്. സത്യം പറയട്ടെ, എനിക്ക് ഇതുവരെ ടിക്കറ്റ് ഇല്ല. പൃഥ്വിരാജ് ഒരുപാട് അങ്ങ് കുനിയുന്ന ആളല്ല, ഇങ്ങനെ നിന്നോണ്ട് തൊഴത്തേ ഉള്ളൂ, കുനിഞ്ഞുള്ള തൊഴിലില്ല. അവന് അഭിനയിക്കാൻ അറിയാൻ വയ്യ മനുഷ്യരുടെ മുമ്പിൽ. ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്തത് ഗൂഗിളും കുമാരൻ സാർ, അത് പറയാതിരിക്കാൻ വയ്യ. എനിക്കറിയാം എന്ത് ട്രോൾ ചെയ്യാലും എൻ്റെ മക്കൾക്ക് ഇവർ പറയുന്നതിലൊക്കെ കഴിവുള്ളവരാണെന്നറിയാം. ഞാൻ അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയിരിക്കുന്നു. രാജമൗലിയുടെ കൂടെ പടം ചെയ്യാണെന്നൊക്കെ അറിയുന്നു. അല്ല, ഒരു ഷെഡ്യൂള് കഴിഞ്ഞു. കാശിയിലായിരുന്നു, ഒറീസയ്ക്ക്. ഉച്ചയ്ക്ക് തുറക്കേണ്ട റെസ്റ്റോറൻറ്റ്സ് വൈകിട്ട് 7:30 ആക്കി ആദ്യത്തെ ഷോ കാണാൻ പോകാൻ വേണ്ടി. അത്രയും പ്രതീക്ഷയോടെയാണ് എമ്പുരാനെ അവർ നോക്കിയിരിക്കുന്നത്. എമ്പുരാൻ ഞാൻ പറഞ്ഞു, ആരും ഒരു വർഷത്തേക്ക് ഇനി രാജുവിനെ വിളിക്കരുത്, ശല്യം ചെയ്യരുത്. മോഹൻലാലൊന്നും ഒരു ട്യൂബ് പോലും ഉപയോഗിച്ചിട്ടില്ല. സുജിത് വാസ് എൻ്റെ ക്യാമറ, ഞാനെപ്പോഴും പറയും സുജിത്തെ നന്നായി, അയ്യോ നന്നായിരിക്കാതെ എന്ത് ചെയ്യും, ചേച്ചിയുടെ മോൻ പറയുന്നതല്ല അതുപോലെ എടുത്ത് കൊടുക്കല്ലേ. 2 മരുമക്കളോടും ഇങ്ങനെ തുടരാവൂ, അല്ലാതെ അവരുടെ ഐഡന്റിറ്റി വേറെ എന്തോ ആണെന്നൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാ. ആരും ഇല്ലാത്ത ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടികൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടേ കല്യാണം കഴിക്കാവും. അലങ്കൃതേ ഫോണിൽ കൂടെയുള്ള വിളിയേ ഉള്ളൂ, ഹായ് അച്ഛമ്മ. ഇത് തന്നെ ആ കുഞ്ഞിനെ കണ്ടിട്ട് കുറച്ചു കാലമായി. ഞാൻ എപ്പോഴും പറയാം, അച്ഛൻ്റെ ഒരു ആഗ്രഹം രാജുവിലൂടെ സാധിക്കുന്നു, അത് ഉറപ്പാ. രാജുവിനെ അങ്ങോട്ട് തട്ടി വിട്ടത് സുഖട്ടം തന്നെ ആയിരിക്കും, വേറെ ആരുമില്ല. മല്ലിക സുകുമാരനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. മൂവി വേൾഡ് ഞാൻ ആദ്യം തോന്നുന്നല്ലേ? അതെ, ആദ്യമാണ്. ഇവിടെ ആയിരുന്നു മൂവി വേൾഡ് ഇത്ര നാള്. ഞങ്ങള് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരവസരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണാറുണ്ട്, പക്ഷേ പറഞ്ഞല്ലേ എമ്പുരാന് കേരളത്തിൽ ടിക്കറ്റ് ഇല്ല, തമിഴ്നാട്ടിൽ ടിക്കറ്റ് ഇല്ല, കർണാടകയിൽ ടിക്കറ്റ് ഇല്ല, GCC ടിക്കറ്റ് ഇല്ല, ലണ്ടനിലില്ല. മല്ലിക സുകുമാരൻ ടിക്കറ്റ് ഉണ്ടോ? സത്യം പറയട്ടെ, എനിക്ക് ഇതുവരെ ടിക്കറ്റ് ഇല്ല. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫാൻസ് എല്ലാം കൂടെ ബുക്ക് ചെയ്തെന്നോ, മൊത്തം എല്ലായിടും. പിന്നെ ആരോ പറഞ്ഞു ചേച്ചി, പിന്നെ എന്നെ ആദ്യമായിട്ട് ചേച്ചി വിഷമിക്കായിരുന്നു കേട്ടോ പറഞ്ഞ് വിളിക്കുന്നത് നമ്മുടെ സ്വയംവര സിൽക്സിൻ്റെ മുതലാളി ശങ്കരൻകുട്ടിയാണ്. ചേച്ചി ഷേണായസിൽ ഒരു ഷോ ഞാനും കൂടെ ഉണ്ട് അതിൻ്റെ ആഘോഷത്തിന്. ഞാൻ പറഞ്ഞു അല്ല അതല്ല, അങ്ങനെ എനിക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ആൻ്റണി എന്നെ കൊണ്ടുപോകും എന്നൊക്കെ അറിയാം. പക്ഷെ എനിക്കെന്താ അറിയോ, ഈ മോഹൻലാലും രാജുവും ഒക്കെ വരുമ്പോൾ അതിൻ്റെതായ ഒരു ബഹളവും എല്ലാം കൂടെ കാണത്തില്ല. അപ്പം എനിക്കില്ല പടമൊന്ന് സ്വസ്ഥമായിട്ട് കാണണമെന്നുണ്ട്. അതിവരുടെ കൂടെ പോയാൽ ചിലപ്പോൾ നടക്കത്തില്ല. പിന്നെ പൃഥ്വിരാജിൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു സെറ്റിൽ? ഇല്ല. അതാ ഞാൻ അതിനകത്തൊന്നും വിശ്വസിക്കുന്നില്ല പോലെ. ഞാൻ അമ്മയാന്നുള്ളതിന് വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും. അപ്പോൾ അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അയ്യോ പാവം ഇനി അമ്മ അവിടെ കാണും, തള്ളിയിട്ട് വീഴുമോ, ഇങ്ങനെ പല ചിന്തകളായിരിക്കും നമ്മൾ ചെല്ലുമ്പോഴേ. ഏതായാലും പക്ഷേ എനിക്ക് ഈ പടം ആദ്യ ദിവസം കാണണമെന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയത് ഞാൻ കാണും തീർച്ചയായും. ടിക്കറ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല കയ്യിൽ. പക്ഷെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം ആരെങ്കിലും ഉണ്ടാക്കും, എൻ്റെ മക്കളെങ്കിലും ഉണ്ടാക്കും. നിലവിൽ ഇതുവരെ ഒരു ടിക്കറ്റായിട്ടൊന്നും കൈ കിട്ടിയില്ല. അയ്യോ ഒന്നുമില്ല. നോക്കുമ്പോൾ കാണാം അവിടെ ബുക്ക് ചെയ്ത് ഇവിടെ ഫുള്ളാന്ന്. എനിക്ക് ചിരി വന്നതാ, അമേരിക്കയിലെ ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് ഇല്ല എത്രയോ തിയേറ്ററിൽ. അപ്പോൾ ഞാൻ ഈ പഠിച്ച കോളേജിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഞാൻ പറഞ്ഞതാ, വിമൻസ് കോളേജ്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറേ പേര് അമേരിക്കയിലുണ്ട്, ഗൾഫിലാണ് ഒരുപാട് പേര്, UK ഓസ്ട്രേലിയ ഉണ്ട്, അയർലൻഡിലുണ്ട്. എല്ലാവരും പറയുന്നത് ഇവിടെ എല്ലാം ഉണ്ട് എമ്പുരാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര, അവർ കാണുന്ന സമയത്തെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റണം, ഇല്ലെങ്കിൽ എല്ലാവരും ബുക്ക്. ഇപ്പോൾ UK ആ ടിക്കറ്റിൻ്റെയൊക്കെ ഫോട്ടോ എനിക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസവും 3 ഷോ വെച്ച് അത് ഫുള്ളാണ്. എന്നിട്ട് ചിലരൊക്കെ ഉച്ചയ്ക്ക് തുറക്കേണ്ട റെസ്റ്റോറൻറ്റ്സ് വൈകിട്ട് 7:30 ആക്കി ആദ്യത്തെ ഷോ കാണാൻ പോകാൻ വേണ്ടി. അത്രയും പ്രതീക്ഷയോടെയാണ് എമ്പുരാനെ അവർ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈശ്വര, ആ പ്രതീക്ഷകളൊക്കെ ദൈവം അതുപോലെ തന്നെ നേരെയാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എമ്പുരാൻ മലയാളത്തിന്റെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമയാണ്. നിലവിൽ ഏറ്റവും അധികം പ്രീ ബിസിനസ് നടന്ന സിനിമയാണ്. മറ്റുള്ള ഭാഷകളുടെ ആളുകൾ പോലും ഉറ്റുനോക്കുന്ന ഒരു മലയാള സിനിമയാണ്. അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. അപ്പൊ ഇവിടെ എല്ലാം പൃഥ്വിരാജിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഈ പ്രൊജക്ടിനെ. അല്ല അത് ശരി, അതുണ്ടായിരുന്നു. ആദ്യമേ തന്നെ പറയുന്നത് ഇല്ല അമ്മ ഈ പടം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലാലേട്ടൻ ഇത്ര ഇതായിട്ട് സഹകരിക്കുന്നില്ല, ആൻ്റണി ചേട്ടനാണ്. ആൻ്റണി ആണെങ്കിൽ എല്ലാം പറയുന്ന എല്ലാം റെഡിയാക്കി കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസറും കൂടെ. ഓഫ് കോഴ്സ് അത് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഹീറോയുടെ പടം നന്നാവുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്, ആശീർവാദിനും ആവശ്യമുണ്ട്. ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ അല്ലെങ്കിൽ തന്നെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കാണാം, അവിടെ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് അമേരിക്കയിൽ. അപ്പോൾ ചേട്ടൻ്റെ ഫോണിനകത്തൊരു 100 മെസ്സേജ് കിടപ്പുണ്ട് ഇങ്ങനൊരു പടത്തിനെ പറ്റി പറയുന്നു. ആൻഡ് വി ഹാവ് ഹേർഡ് ദാറ്റ് ദി ഫിലിം ഈസ് ഡയറക്റ്റഡ് ബൈ യുവർ നെവ്യൂ, ഇതാണെന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു സംസാര വിഷയമായപ്പോൾ
എത്രത്തോളം ഈ ന്യൂസ് എത്തിയിരിക്കുന്നു പലരുടെയും. അതായത് മലയാളം സിനിമ സ്ഥിരമായിട്ട് കാണാത്തവർ പോലും ഇങ്ങനെ ഒരു മലയാള സിനിമ വരുന്നു, ഡോക്ടർ എം വി പിള്ളയുടെ അനന്തരവനാണ് ഡയറക്ടർ, പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഗ്രേറ്റ് ഹീറോ ആണ് അതിലെ ഹീറോ, ഭയങ്കര പടമാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നു എന്നുള്ളത് ഒരുപാട് പേര് പറയുക. അപ്പോൾ നമ്മൾ അത്രത്തോളം റീച്ച് റിലീസിന് മുമ്പ് തന്നെ ഈ പടത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ. അത് ഈ പറയുന്ന പോലെ മലയാള സിനിമയ്ക്ക് ആ തരത്തിലുള്ളൊരു മാറ്റവും ഒരു പ്രശസ്തിയും പേരും എല്ലാം കൊണ്ടുവരാൻ ആശീർവാദ് സിനിമയ്ക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എമ്പുരാന്റെ ബഡ്ജറ്റ് അത് മലയാള സിനിമ ഇതുവരെ കേട്ടുകേൾവി വലിയ അവര് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഒരു വലിയൊരു ബഡ്ജറ്റ്. അപ്പൊ ഇത് എടുക്കുന്ന ഒരു റിസ്കോ അല്ലെങ്കിൽ ഇത് എടുക്കുന്ന ഒരു ഉത്തരവാദിത്വമോ ഒന്നും പൃഥ്വിരാജിൽ ഇതുവരെ ഒരു ടെൻഷനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കോൺഫിഡൻസ് ഇതിന് അദ്ദേഹത്തെ പ്രാപ്താക്കുന്ന അദ്ദേഹത്തിന്റെ പ്ലാനിങ് ആണോ? തീർച്ചയായിട്ടും അതെ. കാരണം രാജു ഒരു പടം പ്ലാൻ ചെയ്യുമ്പോഴേ ഇന്നതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം, ഇച്ചിരി പൈസ ചിലവാ ചേട്ടാ നല്ലത്, അങ്ങനെ പോന്നാ നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് വിശ്വാസമുണ്ട്, കൈനഷ്ടം വരാതെ എന്തെങ്കിലും തരത്തിൽ കൂടെ ദൈവം അത് കൊണ്ടുവരും, ഇത് പടം അത് കിട്ടും. കാരണം അത്രയ്ക്ക് പ്ലാൻ ചെയ്ത് ഓരോ സ്ഥലത്തും റിലീസ് അടക്കമുള്ളത് ആൻ്റണിയും മോനും നമ്മുടെ മോഹൻലാലും അവരുടെ കമ്പനിയും അവരുമായിട്ട് സഹകരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെ പ്ലാൻ ചെയ്യുന്ന, അല്ലാതെ അവനിട്ടേച്ച് പോയി ഇവരുടെ ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്തത് ഗൂഗിളും കുമാരൻ സാർ. അത് പറയാതിരിക്കാം. എനിക്ക് അദ്ദേഹത്തിന് ഞാൻ ഈയിടെ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് അദ്ദേഹമാണ് എനിക്കൊരു അവാർഡ് തന്നത്, അതിപ്പോഴല്ല 5-6 മാസം മുമ്പാണ് ഞാൻ പറയുന്നത്. അപ്പം ആ ഒരു കൂട്ടായ്മയിലൂടെ അവന് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഞാൻ സംവിധാനം ചെയ്ത ഒരു പടം, ഓഫ് കോഴ്സ് ലാലിനോടും അല്ലെങ്കിൽ രാജുവിനോടും ആൻ്റണിയോടുമുള്ള സ്നേഹവും അടുപ്പവും ഒരു ഭാഗത്ത്, എങ്കിലും ഇതിൻ്റെ ഡയറക്ടർ ഒരു കൊച്ചു പയ്യനാ എന്തായി പോകും എന്ന് തോന്നിച്ചിട്ടില്ലല്ലോ ആർക്കും. അത് ഒന്നാമത്തെ കാര്യം. ലൂസിഫർ, പിന്നൊന്ന് മോഹൻലാലിന് അവനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ആൻ്റണിക്കുള്ളത്, ഇതൊക്കെ വലിയ പ്ലസ് പോയിന്റ്സ് ആണെന്നല്ല. അപ്പം ഇതൊക്കെ വെച്ചോണ്ട് ഈ പറയുന്ന പോലെ ബജറ്റ് ഒരു പ്രശ്നമാക്കാതെ ഒരു പടം എടുത്തു. പക്ഷേ രാജുവിന് നല്ല വിശ്വാസമുണ്ട് ആ ബജറ്റ് കൈ നനയാതെ അല്ലെങ്കിൽ ഒരു നഷ്ടം വരാതെ അത് ആൻ്റണിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അത് എനിക്കും ഉണ്ട്, തീർച്ചയായിട്ടും കിട്ടും. ഈ സിനിമയിലെ ഒരു പ്രധാന ഘട്ടത്തിൽ അല്പം പ്രശ്നം വന്നപ്പോഴാണ് ഗോകുലം ഗോപാലൻ ഇടപെടുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സമയത്ത് മല്ലികമ്മ ഇതുപോലെ പൃഥ്വിരാജിനോടും ആന്റണി പെരുമാറിനോടൊക്കെ സംസാരിച്ചിരുന്നു. ശരിക്കും അങ്ങനത്തെ പ്രശ്നം? ഞാൻ അങ്ങനത്തെ ബിസിനസ് കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാറ്. പക്ഷെ എനിക്ക് ഗോപാലൻ തന്നെ അറിയാവുന്നത് കൊണ്ടും അല്ലാതെ എനിക്ക് പരിചയമുള്ളത് കൊണ്ടും ഞാൻ അന്നേരം കേട്ടതെന്ന് വെച്ചാൽ ഈ ലൈക്ക പ്രൊഡക്ഷൻസിന് കുറച്ച് എന്തോ ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കൂടി. 2 പടം വന്നില്ലേ, രജനി സാർ പടം പിന്നെ അജിത്തിന്റെ പടം. അപ്പൊ പെട്ടെന്ന് അവർക്ക് ഇത് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരിതാണ്. പക്ഷെ എന്നാലും അവരെ കൊണ്ടാവുന്ന സഹായങ്ങളെല്ലാം അവരിപ്പോൾ ചെയ്യുന്നു എന്നാണ് ഞാനും കേട്ടറിയുന്നതും വായിച്ചറിയുന്നതും. അപ്പോൾ അത് അന്നും. പക്ഷെ ഗോപാലൻ അതുകൊണ്ടൊന്നും അല്ല. ഇങ്ങനെ ഒരു പടം വന്നപ്പോൾ അത് ചേട്ടന് വ്യക്തിപരമായ അടുപ്പങ്ങൾ അതിനൊരു മുൻഗണന കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഈശ്വര എൻ്റെ മക്കൾ പോലും അടുത്തില്ലാത്ത സമയത്ത് എറണാകുളത്തുനിന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് ഗോപാലൻ ചേട്ടൻ എനിക്ക് ക്യാരവൻ വരെ അയച്ചു തന്നത് കടന്നു വരാൻ. എൻ്റെ മക്കൾ പോലും സ്ഥലത്തില്ല അപ്പോഴും. എനിക്ക് അത്രയും ഒരു ബഹുമാനമുള്ളൊരു വ്യക്തിയാണ് ഗോപാലൻ ചേട്ടൻ. കാരണം അത് അങ്ങനെയാണ്. ചേട്ടനും സഹധർമ്മിണിയൊക്കെ അതെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യേണ്ട സമയത്ത് ഉപകരിക്കുന്നത്. ഒരു പടത്തിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ. പക്ഷെ അതാണ് അദ്ദേഹം. ഞാൻ പറയും എൻ്റെ ബ്രദറുണ്ട്, ഞാനുണ്ട്, അതിങ്ങനെ പോവാണ് ചുമ്മക്ക് അതിനെന്തിനാ കൊള്ളാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ പൈസ. അപ്പം ഞാനത് വാടകയ്ക്ക് ചോദിച്ചൊരു ക്യാരവനാ നമ്മുടെ സിദ്ധു പനയ്ക്കൽ വഴി ഉടക്കം വണ്ടിയിൽ ഇവിടെ കൊണ്ട് വിട്ട് കഴിഞ്ഞ് പൈസ പോലും വാങ്ങിക്കാതെ പോയി. ഞാൻ വിചാരിച്ചു ഈശ്വര എന്ത് കണ്ടിട്ടാണ് ഒന്നും. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ഈ മുട്ടിൻ്റെ സംഭവത്തിനിടയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അപ്പോൾ ഈ വ്യക്തിപരമായ അടുപ്പങ്ങളും ഇഷ്ടങ്ങളും പിന്നെ പടം നല്ലതാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, ഇവരുടെയൊക്കെ നല്ല വാക്കുകൾ, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം അത് ചേട്ടൻ എടുത്തു എന്ന് അറിയുമ്പോഴാണ് ഞാൻ അന്ന് രാത്രിയില്ല ഇത് അറിയുന്നത്. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ. എമ്പുരാനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തില് പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട്, ഒരു സമയത്ത് ഒരു ആന്റി പൃഥ്വിരാജ് വേവ് ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് പറയുന്നത് അല്ല, അത് ഇപ്പോഴും ഉണ്ടെന്നാണ്. അതുണ്ടാവും. കാരണം എന്താ വെച്ചാല് പണ്ടേ അതെ. കാരണം ഈ പൃഥ്വിരാജ് ഒരുപാട് അങ്ങ് കുനിയുന്ന ആളല്ല, ഇങ്ങനെ നിന്നോണ്ട് തൊഴത്തേ ഉള്ളൂ, കുനിഞ്ഞുള്ള തൊഴിലില്ല. അതുകൊണ്ടുള്ളൊരു ഒറ്റ കുഴപ്പം. അവനാരെയും കൊണ്ട് നമസ്കാരം ഇതേ ഉള്ളൂ. അല്ലാതെ ഈ തലയും ദേഹവും കൂടെ പകുതി കുനിച്ചേച്ച് തൊഴിയുന്ന അതൊന്നും അവൻ നടക്കുന്നത്. കാരണം അവന് അഭിനയിക്കാൻ അറിയാൻ വയ്യ മനുഷ്യരുടെ മുമ്പിൽ. സത്യം പറയാം, അതാണ് എൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം. ഇത് ഞാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ താഴത്തെ കമൻസ് ഓരോരുത്തർ എഴുതുന്നത് ചിലപ്പം ഞാൻ എല്ലാവരുടെയും എനിക്ക് ഫേസ്ബുക്കിൽ വരാറില്ല. ഓരോരുത്തരും വിളിച്ച് പറയും ഇങ്ങനെ ഞാൻ എന്താ മോനെ അത് എഴുതി എൻ്റെ പേര് ഇങ്ങനെ വിട്ടുകളാം.
ഇത് വേറെ പല കാരണങ്ങളുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം എന്ന് പറയുന്ന പോലെ നമുക്ക് ശത്രുക്കളില്ല. ഇനി ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ശത്രുക്കളാണോ എന്ന് അന്വേഷിച്ച് കിടക്കാൻ പോയാൽ നമ്മുടെ ഉറക്കം പോയി കിട്ടും. ആരോ ശത്രുവാവട്ടെ, ആരൊക്കെയോ മിത്രമാവട്ടെ, എല്ലാവരും മിത്രങ്ങളായിട്ടിരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം ഒരാളെങ്കിലും പറയട്ടെ ഞങ്ങളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അന്ന് ഈ പൃഥ്വിരാജൻ ഈ നന്നായി ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ളത് വലിയൊരു കുറ്റമായിരുന്നു. പക്ഷെ ഇന്ന് പൃഥ്വിരാജ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്റെ പോലെ മലയാളം പറയാൻ കഴിവുള്ള എത്ര പേരുണ്ട്. എന്നിട്ട് രാജു മലയാളത്തിൽ പ്രസംഗിക്കും. ഒന്നര നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് മാന്യമായ രീതിയിൽ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം. പക്ഷേ ഇന്ന് ഒരു യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആകുമ്പോൾ ഇതുപോലെ ബോംബെയിലും ആന്ധ്രയിലും മദ്രാസിലും ഒക്കെ ചെന്നിരുന്നപ്പോൾ രണ്ടും കൂടെ സംസാരിക്കുക, അല്ലെങ്കിൽ ചിലർ ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയാം. ഇതൊക്കെ സ്വാഭാവികമല്ലേ മോനെ? ഇവിടെ ഇപ്പം അതേസമയം ഇപ്പം നമ്മളോട് അവിടെ ചെന്നിരുന്നിട്ട് തെലുങ്കിൽ പടപടാന്ന് ചോദിക്കുക, പറ്റുമോ? ഇല്ല. അപ്പോൾ തെലുങ്കിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയും. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവിടെ ചില വാക്കെങ്കിലും മനസ്സിലാവും. കാരണം കുറേ കാലം മദ്രാസിൽ ജീവിച്ചതുകൊണ്ട്. ഹിന്ദി അറിയാം, തമിഴ് ഞാൻ എഴുതുകയും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഹിന്ദിയും അത്യാവശ്യം എവിടെങ്കിലുമൊക്കെ ചെന്ന് പറഞ്ഞാൽ ഒപ്പിക്കാനുള്ള ഒരു ജ്ഞാനം എനിക്കുണ്ട്. വലിയ ഗ്രാമറൊന്നും നോക്കിയല്ല, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. പക്ഷെ നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത ഭാഷ എവിടെ എങ്ങനെ? ഞാൻ ഖത്തറിലായിരുന്നു 10-12 വർഷം. അയ്യോ, ഞാൻ അവിടെ ചെന്ന് ആകെപ്പാടെ 3-4 വാക്കും പഠിച്ചുകൊണ്ട് അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ, കഫാലക്, സൈൻ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. അവിടെ നിന്ന് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് എനിക്ക് 6-7 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, പിന്നെ പഠിക്കാൻ തുടങ്ങി, റെസ്റ്റോറൻറ്റിന് എന്താ അറബി പറയുക, പിന്നെന്താ മക്സാ, എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുക. നമുക്ക് ഒരു തരത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ പറയും, ചേച്ചി ഇവിടെ നിന്നില്ല, ചേച്ചി ഇതിനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നത്, ഇവിടെ നിന്നാൽ മതി, 1 കൊല്ലം കൊണ്ട് അറിയാം. അത് സത്യമാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ 2 കൊല്ലമായിട്ട് 3 കൊല്ലം സ്ഥിരമായിട്ട് നല്ല പുല്ല് പോലെ ഈ അറബി പറയുന്നത്, നല്ല പുഷ്പം പോലെ. സത്യം, അവർക്ക് പ്രശ്നമേ അല്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കും കുറച്ച് വാക്കുകളൊക്കെ. മനസ്സിലായില്ലേ? ഇപ്പം ഫ്ലൈറ്റ് കയറുമ്പോൾ ശുക്രൻ ആദ്യമൊക്കെ ശുക്രനാണ് എന്താ ശുക്രൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലായി അയ്യോ താങ്ക്സ് എന്നുള്ളതിനാണ്. അതാ ഞാൻ അപ്പം അത് കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞു. അത് ഇപ്പം മലയാളത്തിൽ നല്ല ഒന്നാന്തരമായിട്ട് സംസാരിക്കുന്ന ആളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും. പിന്നെ സാഹചര്യമനുസരിച്ച് അവർ ഭാഷ മാറ്റും. അതെല്ലാവരും അങ്ങനെയല്ലേ? ഇപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ പറയും, അല്ലേ? ഇപ്പം മലയാളം അറിയാൻ വയ്യാത്ത ഒരാൾ ഇംഗ്ലീഷ് അതെല്ലാം ചോദിച്ചാൽ ഞാൻ എൻ്റെ മാതൃഭാഷയിലേ സംസാരിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? 2007-2008 കാലഘട്ടമുണ്ട് പൃഥ്വിരാജിന്റെ. ഇത്രയധികം, അതായത് ട്രോളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിക്കപ്പെട്ട നടൻ തന്നെ പൃഥ്വിരാജ്. തീർച്ചയായിട്ടും. എത്രയോ, അതായത് അദ്ദേഹത്തെ സാധാരണ ഒരാളാണ് കാണുന്നതെങ്കിൽ തകർന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇന്റർവ്യൂ മൊത്തം എടുത്ത് മോക്ക് ചെയ്യുക, പേര് മാറ്റി വിളിക്കുക, എന്താ പറയാ, ഇദ്ദേഹം സംവിധാനം ചെയ്യുന്ന രാജപ്പൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. പക്ഷെ അതൊക്കെ ഒന്ന് തിരുത്തി പറയാണ്. അന്ന് ശരിക്കും അങ്ങനെ തകർന്നു പോയ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു? ഇല്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ സുഹൃത്തിൻ്റെ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അതാ. ഞാനും തളർന്നില്ല, അവരും തളർന്നില്ല. ഞാനൊരു വാചകം പറഞ്ഞു, ഈ ട്രോളിക്കോട്ട് പോടുമ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്യാതെ വിട്, ഇതിനെല്ലാം തിരിച്ചവർ അയ്യോ വേണ്ട മിണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്ന് അവർക്ക് തോന്നും. പുറത്ത് പറഞ്ഞില്ലെങ്കിലും, പുറത്ത് പറയണമെങ്കിൽ ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു വിശാല മനസ്സ് വേണം. ഇന്നിപ്പോൾ ഞാൻ കണ്ടു നമ്മുടെ മൈത്രേയൻ സാർ എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ എന്തോ രാജുവിൻ്റെ ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞ് ഇന്ന് അദ്ദേഹം പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മൈത്രേയൻ സാറിനെ പോലൊന്നും ഒരാൾ അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ ഒരു ഇതാണ്. അത് തെറ്റായിപ്പോയെന്ന് തോന്നുമ്പോൾ അത് സമ്മതിക്കാനുള്ള മനസ്സ്, അത് 100-ൽ ഒരു 25% ആൾക്കാർക്ക് പോലും അതില്ല. പറഞ്ഞത് ശരിയാണെന്ന് വാദിക്കുന്നവരാണ് ഇവിടെ എല്ലാം. അതും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കുറേ മന്നന്മാർ, ഞാൻ പറയാതെ പേരറിയാമല്ലോ, അയ്യോ എൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അന്നും തളർന്നിട്ടില്ല. പക്ഷെ അവന് വിശ്വാസം ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കിടക്കുമേ. ഇപ്പോൾ അത് അവനറിയാം ഇതെല്ലാം ഓവർകം ചെയ്തവൻ വരുന്നു. അത് ഈയിടെ എൻ്റെ അടുത്ത് മനോരമയിൽ ആരോ പറഞ്ഞു, ജോണി ലൂക്കോസിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ, ഞാൻ 20 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ആവും, അതാവും, ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ പോലെ ആവും, നല്ല പടങ്ങൾ നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസ് വേണം, സംവിധാനം ചെയ്യണം, നല്ല കഥ. ഈ പറഞ്ഞ 20 കൊല്ലം മുമ്പെടുത്ത ഇൻ്റർവ്യൂ. പക്ഷെ അതെല്ലാം അദ്ദേഹം ഇപ്പം നടത്തിയില്ലേ ചേച്ചി എന്ന് അവർ ചോദിച്ചു. അതെ. അപ്പം ആ വിശ്വാസം എനിക്കറിയാം. എന്ത് ട്രോൾ ചെയ്യാലും എൻ്റെ മക്കൾക്ക് ഇവർ പറയുന്നതിലൊക്കെ കഴിവുള്ളവരാണെന്നറിയാം. ഞാൻ അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയിരിക്കുന്നത്. ആ വിശ്വാസം എനിക്കുണ്ട്. ഈ രാജമൗലിയുടെ കൂടെ പടം ചെയ്യാണെന്നൊക്കെ അറിയുന്നു. അത് പക്ഷെ ആള് സമ്മതിച്ചിട്ടില്ല. അല്ല, ഒരു ഷെഡ്യൂള് കഴിഞ്ഞു.
കാശിയിലായിരുന്നു, ഒറീസയ്ക്ക് കാശിയിൽ കഴിഞ്ഞ് ഇപ്പം അടുത്തത് മെയിലെങ്ങാണ്ട്. തെലുങ്ക് ഡയലോഗുകൾ പഠിക്കാൻ പോലും വലിയ ശ്രമം നടത്തുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. രാജു തന്നെയാണ് ഡബ് ചെയ്തത്, വേറെ ആരെ കൊണ്ടും ഡബ് ചെയ്യിക്കില്ല. തെലുങ്കും അതെ, തമിഴും അതെ, ഹിന്ദി അതെ, മലയാളവും അതെ, എല്ലാ ഭാഷയും. കന്നഡ പോലും അവൻ പഠിച്ചു പറഞ്ഞു. അത് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, തലേ ദിവസം സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ പറയും, എന്നിട്ട് അത് ടേപ്പിൽ ആ ഡയലോഗ് കേട്ട് അവനെ പെട്ടെന്നൊരു ക്യാച്ചിയാണ് ആള്, പറയാതിരിക്കാൻ വയ്യ. തെലുങ്കെല്ലാം പറയും. അപ്പോൾ ഇപ്പോൾ കുറച്ച് തെലുങ്കൊക്കെ കേട്ടാലും അറിയാം. ഞാൻ പറഞ്ഞു, നീ എന്നെക്കാട്ടി തെലുങ്ക് പഠിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇനിയിപ്പോ ആ സിനിമയും കൂടി കഴിയുമ്പോ അദ്ദേഹം പറഞ്ഞ, അതായത് 3 ഭാഷകളിലും ഇന്ത്യയിൽ ഏറ്റവും അധികം വിലമതിപ്പുള്ള താരം, അതും കൂടി ഓക്കെ ആവും. അപ്പൊ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മകന്റെ അമ്മ അങ്ങനെ ആലോചിക്കാറുണ്ട്? അയ്യോ എൻ്റെ മോനെ, സക്സസ്ഫുൾ ആവുന്ന എത്രയോ അമ്മമാർ സക്സസ്ഫുൾ ആയിട്ട് പല വിദ്യാഭ്യാസ മേഖലയിൽ എത്ര പേരുടെ പ്രശസ്തരായല്ലേ. ഞാൻ എപ്പോഴും പറയും, ഇപ്പം എൻ്റെ ചേട്ടൻ തന്നെ അമേരിക്കയിൽ പിന്നെ WHO വരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ ഡോക്ടറാണ്, ഓങ്കോളജി. അപ്പം അത് കാണുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇന്നില്ല, പക്ഷെ എന്നാലും ചേട്ടൻ്റെ ഒരു ഉയർച്ച തുടങ്ങുന്നിടം വരെ അവരുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷിക്കും. ഇന്ന് ഞങ്ങൾ സന്തോഷിക്കുകയാണ്, ഇതാണല്ലോ നമ്മുടെ ചേട്ടൻ, ഈ ചേട്ടൻ്റെ അനിയത്തിയാണല്ലോ നമ്മൾ. അപ്പോൾ ഈ പറയുന്ന പോലെ കഴിവ് കൊണ്ട് വളർന്നിട്ടൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പം അത് ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് സന്തോഷമാണ്. ഞാൻ എപ്പോഴും ഓരോ വിജയത്തിലും എൻ്റെ മക്കൾക്ക് വരുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര ഓരോ പടി ചവിട്ടി കയറുമ്പോഴും സുഖമായിട്ട് അവനെ നോക്കിക്കോണം. അവൻ്റെ ദൈവത്തിനോടും പറയും, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ഒരു ആ പ്രസൻസ് ഓഫ് മൈൻഡ്, ബുദ്ധി, ഇതെല്ലാം, ശരീരസുഖം, ഇതെല്ലാം അവന് കൊടുക്കണം. എന്നെങ്കിലല്ലേ അവൻ ഇനിയും വളരാനൊക്കെ വളരട്ടെ. ഒരമ്മ എന്നുള്ള നിലയിൽ മക്കൾ എത്രത്തോളം വളരുന്നോ അത്രത്തോളം നമുക്ക് സന്തോഷം. ഞാൻ പക്ഷേ ഓരോ വളർച്ചയും ഞാൻ കൂടുതൽ താഴോട്ട് ഇറങ്ങിയിട്ട് ദൈവത്തിനെയാണ് വിളിക്കുന്നത്. നമുക്കങ്ങനെ ഒരുപാട് പേരൊന്നും വിളിക്കാനില്ല. ഉണ്ടായിരുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് പോയി ദൈവം അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 പേരും കൂടെ കേൾക്കാൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എല്ലാം നോക്കിക്കോണം, എനിക്ക് നോക്കാവുന്ന ഒരു പ്രായവും പരിധിയൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ അധ്വാനം തന്നെയാണ് അതിൻ്റെ ഒരു അതിന് ദൈവം അനുഗ്രഹിക്കുന്നത് തന്നെയാണ്. ഈ സുഖചേട്ടൻ അവസാനമായിട്ട് ചെയ്യാൻ പോയ സിനിമയിൽ മനോജ് കെ ജയനും മുരളിയുമായി പാടം പൂത്ത കാലം. അതായിരുന്നു സിനിമയുടെ പേര്. അതിൻ്റെ സ്ക്രിപ്റ്റ് അത് ശരിക്കും പക്ക കുടുംബകഥ, ഒരു നാട്ടുമ്പുറം, നല്ല കഥയാണ്. പക്ഷേ ഒരു നാട്ടിൻപുറത്തെ കഥ. അതിൻ്റെ കമ്പോസിങ് നമ്മൾ കോട്ടയത്ത് വെച്ച് തുടങ്ങാനൊക്കെ ഇരിക്കുകയായിരുന്നു, സംഗീതം. ഇത്രയൊക്കെ അറിയായിരുന്നല്ലേ? അയ്യോ, ഞാനുണ്ട് അതിൻ്റെ ഫൈനൽ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു. റെജി എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിയായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വന്നത്. എനിക്കൊന്ന് പുള്ളി അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നിൽക്കാം എന്നൊക്കെയുള്ളൊരു പ്ലാനില്ല. CMS കോളേജിൽ നമ്മുടെ അനിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് പാട്ട് എഴുതിയത്. അത് സുഖമായിട്ട് നന്നായിട്ട് പാട്ട് കമ്പോസ് ചെയ്തത്, എഴുത്തും വായനയല്ല, അതൊക്കെ എല്ലാം ഓൾമോസ്റ്റ് അതൊക്കെ റെഡിയായി. അപ്പോഴാണ് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റൊക്കെ നോക്കിയിട്ട് തുടങ്ങാമെന്നും പറഞ്ഞിരുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പം ഞാൻ എപ്പോഴും പറയും, അച്ഛൻ്റെ ഒരു ആഗ്രഹം രാജുവിലൂടെ സാധിക്കുന്നു എന്ന്. അത് ഉറപ്പാണ്. രാജുവിനെ അങ്ങോട്ട് തട്ടി വിട്ടത് സുഖം തന്നെ ആയിരിക്കും, വേറെ ആരുമില്ല. ഇന്ദ്രജിത്തിനെ പലപ്പോഴും ഈ അണ്ടർ യൂസ്ഡ്, അതായത് ഇനിയും ഉപയോഗിക്കപ്പെടാത്ത, അല്ലെങ്കിൽ ഇനിയും കഴിവിനനുസരിച്ച് വേഷങ്ങൾ കിട്ടാത്ത, അങ്ങനെ തോന്നാറുണ്ട്. മല്ലികമ്മയ്ക്ക് ഇന്ദ്രജിത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് അല്ല, ഇന്ദ്രൻ അസാധ്യ ആർട്ടിസ്റ്റാണ്. കാരണം അവനെല്ലാം ചെയ്യും, കോമഡിയും സീരിയസും ഒക്കെ. ഞാൻ ഖത്തറിൽ പോകുമ്പോൾ എല്ലാവർക്കും ഇന്ദ്രനെ വലിയ കാര്യമാണ്. കാരണം ഇന്ദ്രൻ എൻ്റെ കൂട്ട് കുറച്ച് ചിലപ്പം കൂടല്ല, രാജുവിൻ്റെ കൂട്ട് മിണ്ടാതിരിക്കത്തില്ലല്ലോ. അയ്യോ, ആരെങ്കിലും വഴിയെ കിട്ടാൻ അയ്യോ എങ്ങോട്ട് പോകുന്ന പോലെ അങ്ങ് തുടങ്ങും. രാജു നേരെ തിരിച്ചാ, നമ്മൾ അങ്ങോട്ട് കയറി പറയണം, ഞാൻ അതുവരെ ഇത് പോയിട്ട് അങ്ങനെ ആട്ടെ. ഇതാണ് രണ്ടിൻ്റെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോഹയിൽ പോകുമ്പോഴെല്ലാം ഇങ്ങനെ ചോദിക്കും. ഞാനവിടെ ആയിരുന്നു കുറേ കാലം താമസം. എനിക്ക് ഹോട്ടലുകൾ 6-7 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. സ്പൈസ് ബോട്ട് 6 ബ്രാഞ്ച് ഉണ്ടായിരുന്നു, 6 ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനവിടെ നിന്ന സമയത്തെല്ലാം ചേച്ചിയോ ഇന്ദ്രയോ പാവോ ഞങ്ങൾക്ക് മറുപടി അയച്ചു. അപ്പോൾ അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് വലിയ കാര്യമാണ്. പിന്നെ ഇന്ദ്രനെ ആസ് ആൻ ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം. ഇന്ദ്രൻ എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്, കോമഡി ആയാലും മറ്റേതായാലും. ഇപ്പോൾ ഈ അമർ അക്ബർ ആൻ്റണിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ശരിയായിരുന്നു. എന്നാൽ പിന്നെ പ്രതിവിധി നാളെ ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഡയലോഗുകളൊക്കെ ഇപ്പോഴും ഏറ്റു പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നവരുണ്ട്. ഇന്ദ്രൻ നല്ല ആർട്ടിസ്റ്റാണ്, ഈ പറയുന്നത് കറക്റ്റാണ്. കാരണം ഇന്ദ്രനെ ഏത് തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ ചിന്തയോ ചർച്ചയോ വരാത്തതിൻ്റെ കാരണം ഇന്ദ്രൻ തുടക്കം മുതലേ എല്ലാ വേഷവും ചെയ്യും. ചെറിയ വില്ലൻ വേഷം, ക്യാരക്ടർ വേഷം, നായക വേഷം എല്ലാം ചെയ്തു. രാജു കയറിയത് നന്ദനത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് രാജുവിന് നന്നായിട്ടുണ്ടായി. നല്ലൊരു പടത്തിൽ ഹീറോ ആയിട്ട് വന്നു എന്നൊക്കെ ഉള്ളത്. ഇന്ദ്രനെല്ലാം കഴിഞ്ഞ് ഹീറോ ആയിട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും 2 ഹീറോയിലുള്ളതിനകത്ത് ഒന്ന്, പിന്നെ അല്ലെങ്കിൽ ഒരു നല്ല ക്യാരക്ടർ, ഇത് ഇങ്ങനെ അമ്മാവൻ്റെ ഇങ്ങനെ ഒരുപാട് വേഷങ്ങൾ അവന് ഇപ്പം. പക്ഷേ ഹീസ് വെരി ബിസി. കാരണം അവനിപ്പം അനുരാഗ് കശ്യപിൻ്റെ ഹിന്ദിയിൽ ഹീറോ ആണ്. പിന്നെ ഇതായിട്ട് തെലുങ്ക്
ഒരു വെബ് സീരീസും തമിഴ് വെബ് സീരീസും ഇതിനിടയ്ക്ക് ട്രിഷയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അതിങ്ങനെ കുറെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, എല്ലായിടത്തും അങ്ങ് തിരക്കാ. 3 ചെറുമക്കളെ പറ്റി കൂടി ചോദിച്ചോട്ടെ. ഈ അലങ്കൃത അച്ഛമ്മയുമായി എത്ര അടുത്ത് നിൽക്കുന്നു? അലങ്കൃത അച്ഛമ്മയുമായിട്ട് അടുത്ത് നിൽക്കുമായിരുന്നു ഇവിടെ താമസിക്കുന്നിടം വരെ. ഇപ്പൊ അദ്ദേഹത്തിന് ഏതാണ്ട് ടെസ്റ്റ് എഴുതിയപ്പോ ഏതാണ്ട് അംബാനിയുടെ സ്കൂളിലെങ്ങാണ്ട് അഡ്മിഷൻ കിട്ടി അങ്ങ് പോയി. ഞാൻ വേണമെങ്കിൽ പറഞ്ഞു പിന്നെ ഇപ്പൊ അവിടെ പഠിച്ചില്ലെങ്കിൽ അവിടെ പഠിച്ചവരാണോ ഇവിടെ ലോകത്തിലെ മഹാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സങ്കടം പറയുന്നതാണ്, അല്ലാതെ കുറ്റപ്പെടുത്തല്ല. അപ്പൊ ഞാനിങ്ങനെ പിള്ളേരെ കാണാനൊക്കാത്തൊരു പ്രയാസം എനിക്കുണ്ട്, അലങ്കൃതയൊക്കെ. അപ്പം ഞാൻ പറയാം എത്രയോ വലിയ മിടുക്കന്മാർ ലോകമെമ്പാടും കിടക്കുന്നവരൊക്കെ മലയാളികളാണ്. ഈയോടെ അത് ശരി, അവരൊക്കെ ഇപ്പം ഈ സ്പേസിൽ പോയവർ വരെ അമ്പാനിയുടെ സ്കൂളിൽ പഠിച്ചണം, അമ്പാനിയുടെ സ്കൂളൊക്കെ ഇപ്പം വന്നതല്ലേ. അപ്പം അതിനു വേണ്ടിയോ നീ കുഞ്ഞിനെ അപ്പം പറയും ഇല്ലമ്മേ ഇനി വരും. ഇപ്പോൾ കുറേ വർക്കുകളൊക്കെ ബോംബെയിലല്ലേ, അതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഒരു വീട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു സംഭവം അതിപ്പം അങ്ങോട്ട് മാറിയിട്ടില്ല. ശരിക്കും ഞാൻ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചാൽ അത് കൊടുത്തേച്ചായി പുതിയ ഏതാണ്ട് വാങ്ങിക്കാൻ നിൽക്കുന്നതൊക്കെ, അത് സെപ്റ്റംബറിലാവും. അപ്പം അത് ഒക്കെ സ്വാഭാവികമായിട്ടും സുപ്രിയയ്ക്കും ഇഷ്ടമാണ്, പുള്ളിക്കാരി അവിടെ അല്ലേ ജീവിച്ചതും ഒക്കെ. അപ്പം അവിടെ ഒരു ഫ്ലാറ്റ് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ചു. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടെ കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്ക് അമ്മയെ കൊടുത്തിട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ചേർത്ത്. പിന്നെ ചേർത്തത് ഇങ്ങനെ ഒരു സ്കൂളാണ്, ഇനി എന്തുവാ ഏതാന്നുള്ളത് അവർക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്, പ്രാർത്ഥനയും നക്ഷത്രം. ഇപ്പം പ്രാർത്ഥന ഇപ്പം ഇവിടെ ആണല്ലോ, രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അവരെ കാണാം. അലങ്കൃതയെ ഫോണിൽ കൂടെയുള്ള വിളിയേ ഉള്ളൂ, ഹായ് അച്ചമ്മ, ഇത് തന്നെ. ആ കുഞ്ഞിനെ കണ്ടിട്ട് കുറച്ചു കാലമായി. പ്രാർത്ഥനയുടെ പാട്ട് കോമ്പോസിഷൻ അതൊക്കെ കേൾക്കാറുണ്ട്. അയ്യോ അത് കേൾക്കും. അത് പിന്നെ അവൾ അതിനകത്തൊരു ഈ പറഞ്ഞതിന്റെ രാജുവിന്റെ ഡയറക്ഷൻ പോലെ പണ്ട് ജസ്റ്റിൻ ബീവർ എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഇപ്പൊ അവളെ തപ്പിയെടുത്തോണ്ട് വരണം നമ്മൾ പിയാനോയിൽ നിന്നും. ഏതു നേരവും ഒരു മുറിക്കകത്തിരുന്ന് പിയാനോയും ഗിറ്റാറും പാട്ടും ഇത് തന്നെ. ഈ സിനിമ റിലീസ് ആവുന്ന തന്നെ അന്ന് 6 മണി ഷോ കാണുമോ? എന്തായിപ്പോ നമ്മളെ ഇടിച്ച് താഴെ ഇടുവോ വല്ലവരും ഒക്കെ? അതാണ് പേടി. ബാക്കിയെല്ലാം കൊള്ളാം. കാരണം അവിടുത്തെ തിരക്കിൽ അതിപ്പോൾ ഈ പടം തന്നെ ആരുടെ പടം വരുമ്പോഴേക്കും ഫസ്റ്റ് ഷോയ്ക്ക് ഒരു ബഹളം, ഫാൻസിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. ഇത് പിന്നെ പോരാങ്കിൽ മോഹൻലാൽ പടം, രാജുവിനും ഉണ്ട് കുറേ പിള്ളേർ, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തെ എന്തായി പോകുന്നൊരു പേടിയുള്ളൂ. ഏതായാലും നാളെ വരും രാജു, വന്നിട്ട് ചോദിച്ചിട്ട് എവിടെങ്കിലും ഒരു തിയേറ്ററിൽ കാണും. ഇതിപ്പോൾ ഇവരുടെ കൂടെ ഇരുന്ന് കണ്ടില്ലെങ്കിൽ വേറൊരു തിയേറ്ററിൽ പോയി കാണും ഞാൻ പടം. 27 തന്നെ കാണും. പൃഥ്വിരാജിന്റെ ഒരു അധ്വാനം ഉണ്ടല്ലോ മാം. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടിയിട്ട് അദ്ദേഹം 6-8 മാസം ഒരു സ്ക്രിപ്റ്റിന്റെ മേലെ മെനക്കെട്ടിരിക്കുന്നു. ഒരു ലാപ്ടോപ്പും ഒരു കുറച്ച് പേപ്പറും ഒരു പേനയും പിടിച്ചിരിക്കുന്നു. അദ്ദേഹം അതിന് കൊടുക്കുന്ന എഫേർട്ടും കൂടിയാണല്ലോ നമ്മൾ ഈ സിനിമയുടെ അകത്ത് കാണുന്നത്. അത് നിരന്തരമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആദ്യം ലൂസിഫർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ദിവസം എൻ്റെ കൂടെ നിന്നായിരുന്നു. അപ്പോൾ രാത്രിയിൽ നമ്മുടെ മുരളി ഗോപി അതിൻ്റെ അടുത്താണ് താമസം. അപ്പോൾ അവർ രണ്ടും കൂടെ വന്ന് ഇങ്ങനെ കുറച്ച് ദിവസം ഇതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവനറിയാം ഞാനൊരു 10-10:30 കിടക്കുന്ന ആളാണ്, ഫോണൊക്കെ സൈലൻ്റ് ഇട്ട് വെച്ചിട്ട്. അപ്പോൾ മോൻ തന്നെ പറയും, അമ്മ എന്തെങ്കിലും ഒരു ഫ്ലാസ്കിനകത്ത് ബ്ലാക്ക് ടീ, ഒന്നിനകത്ത് ബ്ലാക്ക് കോഫി, ഇങ്ങനെയൊക്കെ അമ്മ വെച്ചേച്ച് അമ്മ കിടക്കമ്മേ എന്ന് പറയും. അപ്പം ഞാൻ പറയും മോനെ ഇപ്പം ഞാൻ ഇച്ചിരി ലേറ്റ് ആവാൻ്റിന്ന് എനിക്ക് ഈ പറഞ്ഞതിൻ്റെ വിട്ട മുരളിയും വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളുടെ മകനെന്ന് ഒരു മാത്രമല്ല മിടുമിടുക്കനായിരുന്നു ചെറുപ്പം. നല്ല എല്ലാ കഴിവുമുണ്ട്, എഴുത്തിന് എഴുത്ത്, സംസാരത്തിന് സംസാരം. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ നമ്മൾ ശീലിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ വാക്കിൽ വരുന്ന വാചകങ്ങളുടെ ഒരു മാന്യത എന്ന് പറയുന്നത്. അപ്പം അന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിതുപോലെ പറയും, എൻ്റെ ദൈവമേ. അത് കഴിഞ്ഞപ്പോൾ എമ്പുരാൻ ഞാൻ പറഞ്ഞു, ആരും ഒരു വർഷത്തേക്ക് ഇനി രാജുവിനെ വിളിക്കരുത്, ശല്യം ചെയ്യരുത്. കാരണം അവന് ഉറക്കമേ ഇല്ല. എല്ലാം കഴിഞ്ഞ് 10-11 മണിയാകുമ്പോഴാണ് അവൻ്റെ ലോകത്തേക്ക് പിന്നെ കയറണ്ടേ. അപ്പോൾ വിളിക്കുമ്പോൾ മറ്റേ സൂമിൽ മീറ്റിങ്, മറ്റത് മറിച്ചത്. ഇതൊരു അമ്മ മനസ്സിലാക്കി നിൽക്കുന്നവരെ എല്ലാവരും നിൽക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ സങ്കടം പറയാം, ഇവിടെ രാജു കണ്ടില്ലല്ലോ ഉണ്ണാന്നൊക്കെ ചോദിക്കും. പക്ഷേ നമുക്കറിയാം ഊണല്ല പ്രധാനം. അച്ഛ അത് തന്നെ സുഖമായിട്ടും ഒരു പടത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിവിടെ അടിയും കൊണ്ട് നമുക്ക് പിന്നെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെയായിരുന്നു, അടിയുണ്ടോ? ആര്? ക്ലൈമാക്സ് ഫൈറ്റ് എടുക്കുവാടി, മനുഷ്യൻ തളർന്നിരിക്കുക, നാളെ രാവിലെ സംസാരിക്കുക. ഇത് തന്നെ അദ്ദേഹം പറയാം. അപ്പോൾ ഇതെനിക്ക് കേട്ട് ശീലമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും പാവം തളർന്നിരിക്കുകയാണ്. ഇത് കാരണം രാത്രിയിലൊരു ഫൈറ്റ് തുടങ്ങി ഒരു 7 മണി 7:30 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മണി 2:30 മണി വരെ പോവും. ശാരീരിക ക്ഷീണം എന്തോന്ന് വിചാരം എളുപ്പമാണോ ഇതൊക്കെ? കെട്ടി തൂങ്ങി അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നതൊക്കെ ചാടി മറിഞ്ഞ്. അത് ഇതിനകത്ത് എമ്പുരാനിൽ പറയായിരുന്നു, മോഹൻലാലൊന്നും ഒരു ഡ്യൂപ്പ് പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് എന്നാലും ലാലു എനിക്ക് തോന്നുന്നു അപ്പോഴും ചിരിച്ചുകൊണ്ട് എന്താ മോനെ എന്ന് ചോദിക്കുന്ന ആളായിരിക്കും. അയ്യോ രാജുവിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ ഞാൻ വിളിക്കാമേ, നാളെ വിളിക്കാമേ, അത് തീർന്നു, അവിടെ തീർന്ന കാര്യം. അപ്പം പിന്നെ അത് അറിഞ്ഞ് നമ്മൾ നിൽക്കണ്ടേ.
എന്ന് പറയുന്ന പോലെ ഈശ്വര അവൻ എന്തും മാത്രം ഇതിനകത്ത് മുങ്ങിക്കിടന്നു എന്നുള്ളത് എനിക്കറിയാം. അത് ഒരുപക്ഷെ മുരളിയോട് ചോദിച്ചാൽ മുരളിയും പറയും. രാജു ഒരു ജോലിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 100% രാജു അതിലങ്ങ് നീന്തി തുടിക്കുന്ന ആളാണ്. ഇരുന്നു അവൻ്റെ ലാപ്ടോപ്പിലിട്ടു, അത് പിന്നെയും വായിച്ചു നോക്കി, ഇങ്ങനെ അത് എന്താ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാലോ അവിടെ എന്തെടുക്കുക, ഇവിടെ എങ്ങനെ എടുക്കുക, ഇത് സുജിത്ത് എന്നോട് പറയും. എൻ്റെ പൊന്നെ ചേച്ചി സുജിത്ത് വാസ് എൻ്റെ ക്യാമറ ഞാനെപ്പോഴും പറയും, അയ്യോ സുജിത്തെ നന്നായി, അയ്യോ നന്നായിരിക്കാതെ എന്ത് ചെയ്യും, ചേച്ചിയുടെ മോൻ പറയുന്നതല്ല അതുപോലെ എടുത്ത് കൊടുക്കല്ലേ എന്നൊക്കെ സുജിത്തും. അതുപോലെ സുജിത്തും എടുക്കാനായിരുന്നാലും പുള്ളിയൊക്കെ പറയും. അതുവരെ രാജുവിന് നല്ല തറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും നമുക്കൊരു കോംപ്രമൈസ് ചെയ്യാനൊക്കത്തില്ല. എമ്പുരാന്റെ മൊത്തം ഒരു കുടുംബം പോലെയല്ലേ? ശരി, അത് സത്യം, ഒരു കുടുംബം പോലെ. എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എല്ലാവർക്കും തമ്മിൽ കല എപ്പോഴും പണ്ട് ഞാൻ പറയാം, കലയെ സീനൊക്കെ തന്നോ, ഞാൻ ചോദിക്കത്തില്ല, ഡയറക്ടറോട് കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ്. അപ്പം കല ചിരിക്കും. ഞാൻ പറയും, എൻ്റെ കുഞ്ഞെ എല്ലാം വാങ്ങിച്ചറിഞ്ഞ് തന്നാൽ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് രാവിലെ വിഷമിക്കണ്ട, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് ഞാൻ രാവിലെ 9:30 മണിക്ക് വിത്ത് കോസ്റ്റ്യൂം അവിടെ കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലും. അവൻ മരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ ചെല്ലും. എനിക്കറിയില്ലെങ്കിൽ അവൻ്റെ ടെൻഷൻ ഒന്നില്ലേ അമ്മ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചാകുമ്പോൾ അപ്പോൾ അത് വേണ്ട. അപ്പോൾ എന്ന് പറയുന്നതിൽ അവരൊരു കുടുംബം പോലെയാണ്. ഇപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞിട്ട് തറവാട്ട് കാർന്നവർ ഉണ്ട്. മോഹൻലാൽ ഈ തറവാടിൻ്റെ എല്ലാ കാര്യങ്ങളും കാർന്നവർക്കും ബാക്കിയുള്ളവർക്കും വേണ്ടി നോക്കുന്ന ഏറ്റവും വലിയൊരു കാര്യസ്ഥനുണ്ട്, ശ്രീ ആൻ്റണി പെരുമ്പാവൂർ. ഇവരൊക്കെ കൂടെ അതൊരു വലിയ കുടുംബമാക്കി എടുത്തിരിക്കുക. അങ്ങനെ തന്നെ ഈ സ്നേഹം ഞങ്ങളൊക്കെ മരിക്കുന്നിടം വരെ അങ്ങോളം നിലനിൽക്കട്ടെ. സത്യം, കാരണം എനിക്ക് ഇതൊന്നും ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെറ്റി പോകുന്നു, എനിക്കതൊക്കെ വലിയ വിഷമമാണ്. കാരണം അത്രയ്ക്ക് സ്നേഹിച്ചിട്ടാണ് അവരൊരു കുടുംബം പോലെ നിൽക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, എൻ്റെ സ്വന്തക്കാരോടും ബന്ധക്കാരോടും ഈവൻ മരുമക്കളോട് പോലും പറയും. ഞാൻ പറയും അതിനെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ. കാരണം അവനറിയാവുന്നത്ര ഇവർക്കൊന്നും അറിയത്തില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഉപദേശിക്കാൻ പോകുന്നത്, എനിക്കും അറിഞ്ഞൂടാ. ഈ മല്ലികമ്മയ്ക്ക് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, കുറെ രഹസ്യങ്ങൾ കൂടി സൂക്ഷിച്ചു വെക്കണം മകനുമായി ബന്ധപ്പെട്ട്. മകന്റെ പുതിയ സിനിമകൾ അത് പലത് പുറത്ത് പറയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ ഈ പടത്തിന്റെ ഒരു രഹസ്യം എനിക്കറിയണം. ഞാൻ ചോദിച്ചു, ആരാടാ ഷർട്ടിന്റെ പുറകിൽ പടം വരച്ച്, ഞാൻ ചോദിച്ചതാ. അപ്പോൾ ഇന്ദ്രൻ പറയത്തില്ല. അത് മാത്രം അമ്മയുടെ ഇളയ മോനോട് ചോദിച്ചാൽ മതി എന്ന് ഇന്ദ്രൻ പോലും ഇവിടെയൊക്കെ. ഞാൻ പറഞ്ഞു, ആരോ ആവട്ടെ, നമുക്കും ഇരിക്കട്ടെ, ഒരു സസ്പെൻസ് പടം കാണുമ്പോൾ അറിഞ്ഞാൽ മതിയല്ലോ എന്ന് പറയും. പക്ഷേ ഇതിന് മുമ്പുള്ള പടത്തിലൊക്കെ അഭിനയിക്കുമ്പോഴും രാജു ഈ പറഞ്ഞ ആദ്യം കുറച്ച് നാൾ മുമ്പൊക്കെ പറഞ്ഞു, അമ്മ ഇത് വിളിച്ചു പോയിക്കൊണ്ട് നടക്കല്ലേ എന്ന് പറഞ്ഞിട്ടെങ്കിലും പറയും. ഇപ്പം അങ്ങനെയല്ല. കാരണം അവനെ കിട്ടണ്ടേ ഒന്ന് സംസാരിക്കാൻ. ഓടി എവിടുന്നെങ്കിലും, കൊച്ചിയിലാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നേ വരും. പക്ഷേ ദോഷം പറയുന്നത്, ഇത്രയും തിരക്കുള്ള എൻ്റെ 2 മക്കളും ഞാനന്ന് ആസ്റ്ററിലൊരു സെല്ലുലൈറ്റിസ് എൻ്റെ ഭഗവാന്, ഞാൻ ഇന്നും ഇതുപോലെ ദൈവത്തിനെ പോലെ കാണുന്ന ആളാണ് ആസ്റ്ററിലെ ഡോക്ടർ ചാൾസ്. അദ്ദേഹമാണ് ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല, ഓരോരുത്തർ പറഞ്ഞ് സകല അവയവങ്ങളും എടുത്ത് മാറ്റണമെന്നൊക്കെ പറഞ്ഞ് ഒന്നും സംഭവിച്ചില്ല. സുഖമായിട്ട് ഞാൻ വന്ന് എൻ്റെ ബ്രദർ അമേരിക്കയിൽ നിന്ന് വന്നു. അപ്പോൾ അന്ന് ലഡാക്കിലെങ്ങാണ്ട് ഷൂട്ടിങ്ങാണ്. അവിടെ നിന്ന് രാജു കൂടി വന്ന് 2 ദിവസം ഇവിടെ നിന്നു. ഇന്ദ്രൻ ഷൂട്ടിങ് നീട്ടി വയ്ക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇതുപോലെ എനിക്കിത് ഇവിടെ എന്താണ് വേണ്ടത്? എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എൻ്റെ മകൾക്ക് സങ്കടവും വെപ്രാളവും ടെൻഷനും. ഒരു ചെറിയ കീ ഹോൾ സർജറി ആയിരുന്നു. എന്നിട്ടും അന്നത്തെ ദിവസം കാലത്തെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ ഉച്ചയ്ക്ക് റൂമിൽ വന്നു. 12 മണിയായപ്പോൾ അവിടെ ഇരുന്ന് അതിനകത്ത് പാരഗൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട് ആസ്റ്ററിൽ. അവിടുന്ന് ഇവർ ഫുഡും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് സുഖമായിട്ട് വേറെ റൂമിൽ ചെന്ന് അവിടെ ഇരുന്ന് മേ. അപ്പോൾ ഞാൻ വിചാരിച്ച കൊച്ചിലത്തെ വിളി ഇങ്ങനെ മേ സുഖമുണ്ടോ, കാപ്പി തരട്ടോ, നല്ല കാപ്പി. അപ്പോൾ ഈ പെൺപിള്ളേർ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ എൻ്റെ അമ്മക്കൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് കാപ്പി ഇഷ്ടമെന്ന് പറയാം. ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു. സത്യത്തിൽ എല്ലാവരും പറയുന്നു ഒന്നിനും നേരമില്ലെന്ന്. പക്ഷെ വരേണ്ട സമയത്ത് വരാൻ അവർക്കറിയാം. ഫ്ലൈറ്റിൽ അന്ന് ഞാൻ ഉച്ചയ്ക്ക് ഞാനിവിടെ 11 മണിക്ക് അഡ്മിറ്റായി. വൈകുന്നേരത്തെ ഫ്ലൈറ്റ് 2 പേരും. ഈ മല്ലികമ്മയുടെ ഒരു പിറന്നാൾ ഫംഗ്ഷന് രാജു പറയുന്ന ഒരു വരിയുണ്ട്. അതായത് എൻ്റെ അച്ഛൻ പോയപ്പോ ഞാനും എൻ്റെ ഏട്ടനും കാറിനുള്ളിൽ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ എന്ത് ചെയ്യും, എൻ്റെ അമ്മ ചെയ്തതാണ് നിങ്ങളിപ്പോ കാണുന്നത്. ശരിയാ മോനെ, അതറിയാം. അപ്പോൾ ഒരുപാട് ടെൻഷൻ നമുക്ക് തോന്നും. സുഖത്തിന് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നയാ പൈസ ഈ വലിയ സോഷ്യൽ വിസിറ്റും പാർട്ടി കൊടുക്കലും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങലും ഒന്നുമില്ല. ഞാനും ഇപ്പോൾ ഏതാണ്ട് വീട്ടിൽ ഇരിക്കുന്ന ആളാണ്. സുഖേട്ടൻ്റെ കാലം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും അദ്ദേഹം കരുതിയിട്ടു. തേക്കടയിൽ പോകുന്ന സമയത്ത് അവിടെ ആ റൂട്ടിൽ അവിടെ ഒരു വീട് എടപ്പാളിൽ അത് സുഖേട്ടൻ തന്നെയാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറയും എനിക്ക് വയ്യ മോനെ കണ്ടത് ഷെയർ ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. അവിടുത്തെ എല്ലാം വിറ്റെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി. ഞങ്ങൾ കാന്തല്ലൂർ സ്ഥലം ഉണ്ടായിരുന്നു മൂന്നാറിൽ.
3-3.5 ഏക്കർ സ്ഥലം. അത് എൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം അത് വാങ്ങിച്ചതും എടുത്തതും ഒക്കെ. പിന്നെ വണ്ടിപ്പെരിയാർ പോകുന്ന സ്ഥലത്ത് പീരുമേടിൻ്റെ അടുത്ത് കുട്ടിക്കാനം, അവിടെ സ്ഥലമുണ്ട്. മദ്രാസിലെ വീട്, തിരുവനന്തപുരത്തെ വീട്, ഊട്ടിയിലൊരു ഫ്ലാറ്റ്, ഇതെല്ലാം അദ്ദേഹം വാങ്ങിച്ച്. എന്തായിരുന്നു അദ്ദേഹത്തിന് വേറെ ആരുടെയെങ്കിലും പേരിലൊക്കെ വാങ്ങിച്ചൂടെ? എല്ലാം 2-3 എണ്ണം ഞാൻ മാത്രം, പിന്നെ ബാക്കി 2-3 എണ്ണം ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള പേരിൽ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് ഇട്ട് ഒരു സാമ്പത്തിക പ്രാരാബ്ധത എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം ഞാൻ രാജുവിനെയൊക്കെ പിന്നെ പഠിക്കാൻ വിട്ടത്. പഠിക്കട്ടെ, കാരണം എന്തെങ്കിലും ഒരു വീടോ വല്ല നമ്മളൊരു സെക്യൂരിറ്റി ആയിട്ട് കൊടുത്താൽ പോരെ. ആരും താമസിക്കുന്ന പോലും ഇല്ല, വാടകയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്ന സമയമാണ്. എനിക്കൊരു ഷോക്ക് എന്ന് പറയുന്നത്, ഈശ്വര 15 വയസ്സ്, രാജു 10ാം ക്ലാസ്സിലോട്ട് കയറിയതേ ഉള്ളൂ. കയറുമല്ല ശരിക്കും, ഞാൻ അപ്പോഴാണ് കയറുന്നത് 10th. ഇന്ദ്രനും അതെ, ഈ എൻജിനീയറിങ്ങിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് അഡ്മിഷനായി. അതുവരെ ചെയ്തിട്ടാണ് സുഖോട്ടം പോകുന്നത്, പക്ഷെ ക്ലാസ് തുടങ്ങിയില്ല. അപ്പോഴത്തേക്ക് ഇന്ദ്രൻ, അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രായമാണ്. ഒരു 10-17 വയസ്സ് തൊട്ട് ഒരു 10-22 വയസ്സ് വരെ നമ്മളൊന്നും സൂക്ഷിക്കണം ആൺകുട്ടികൾ. അപ്പോഴാണല്ലോ ഈ കൂട്ടുകൂടലും അതും ഇതുമൊക്കെ. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ വളരെ സൂക്ഷിച്ചു നിന്നു. കാരണം എന്നെ ചിലരൊക്കെ അപ്പോഴേ സീരിയൽ അഭിനയിക്കാനും ഒക്കെ വിളിച്ചു, ചേച്ചി ഇനി അഭിനയിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2-3 കൊല്ലത്തേക്ക് എന്തായാലും ഇല്ല, അത് ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും കൊള്ളാം, അത് ഞാൻ ചെയ്തത് നന്നായി. അത് കഴിഞ്ഞ് ഞാനൊരു 2-3 കൊല്ലം കഴിഞ്ഞ് രാജു ഓസ്ട്രേലിയയിൽ പോയി. ഇന്ദ്രൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ എൻജിനീയറിങ്, അത് കഴിഞ്ഞ് മദ്രാസിൽ നെക്സേജ് എന്ന് പറയുന്നൊരു കമ്പനിയിൽ ജോലിയായി. അവിടെ ഇരിക്കുമ്പോഴാണ് വിനയൻ്റെ ഉമ്മപ്പെണ്ണ് അഭിനയിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഇവരുടെ പറയാൻ തുടങ്ങി, അമ്മ ഈ നേരം വെളുത്ത് കുത്തിയത്. അപ്പം എൻ്റെ അമ്മയുണ്ട്, എന്നാലും എൻ്റെ മോളെ ദൈവം നിന്നോട് ഇങ്ങനെ. അപ്പം ഇങ്ങനെ അമ്മയ്ക്ക് ദുഃഖം പറിച്ച് വെച്ചിട്ടില്ല. ഇത് കേട്ട് അമ്മയ്ക്ക് ഇല്ലാത്ത അസുഖം വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്താട്ടെ, അമ്മ ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ട്രസ്റ്റ് സുഖോട്ടൻ്റെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇറങ്ങി തിരിച്ചു. അപ്പോഴാണ് KK രാജീവ് ഈ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞൊരു സീരിയൽ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതൊരു വെറും സീരിയലായിട്ട് അവിടെ നടന്നൊരു സീരിയൽ ഞാൻ ചെന്ന് കയറുകയല്ല. ആദ്യമായിട്ട് തിലകൻ ചേട്ടൻ, ജയഭാരതി, ഞാൻ, പൂർണിമ, ഞങ്ങളെല്ലാവരും കൂടി ഒരു സീരിയലിൽ വരിക, എല്ലാ സിനിമാക്കാരും. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്ന പോലെയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ തിലകൻ ചേട്ടൻ്റെ തമാശയും ഭാരതിയുടെ തമാശയും ഒക്കെ കേട്ട് എനിക്കൊരു ഭയങ്കരമായിട്ട്. അതുമാത്രമല്ല, വൈകുന്നേരം ഒരുപാട് രാത്രിയിലൊന്നുമില്ല, 6-6:30 മണിയാകുമ്പോൾ ഇങ്ങ് പോരും. കാലത്തെ 8 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. പിള്ളേരൊന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ അമ്മയുണ്ട്, 1-2 പെണ്ണുങ്ങൾ, സ്ത്രീകൾ, ജോലിക്കാരുമുണ്ട്. അപ്പോൾ അതിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു മാനസികമായിട്ട്, മറ്റേ എനിക്കിങ്ങനെ വെപ്രാളമായിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തവും എല്ലാം കൂടെ എന്തായി പോകും ഭഗവാനെ എന്നൊരു പേടിയുണ്ടായിരുന്നു. പഠിക്കും എന്നറിയാമെങ്കിലും അതിനുള്ള സപ്പോർട്ട് ചെയ്ത്. മറ്റേ സുഖോട്ടൻ അങ്ങനെയല്ല, അത് വായിച്ചോ, ഇത് വായിച്ചോ, മറ്റേ പുസ്തകം വായിച്ചോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിത്ത സംബന്ധമായിട്ടെല്ലാം അദ്ദേഹത്തിന് നിർബന്ധമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇവരൊന്ന് ഡള്ളാവാൻ തുടങ്ങി. ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുക, അമ്മയുടെ മുറിയിൽ ചെന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അപ്പം ഞാൻ വിചാരിച്ചു ഭഗവാനെ ശരിയല്ലല്ലോ. അദ്ദേഹവും എന്നോട് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നതേ, മക്കളായിട്ട് 4 കാലേ നിൽക്കണം വല്ലയിടത്തും കൊണ്ടിട്ട്, അല്ലെ കണാവണമെന്ന് ബബ്ബ അടിക്കുന്ന പിള്ളേരാക്കി ഒന്നും വളർത്തരുത്. അത് നിൻ്റെ ജോലിയാണ്, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പം ഞാനൊരു സ്വയം, അതെനിക്കൊന്നും എല്ലാവർക്കും കിട്ടുമായിരിക്കും. ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ബലം വന്നു. അയ്യോ ഈ പിള്ളേരെ ആരും നോക്കൂ, ഈ പറയുന്ന പോലെ അദ്ദേഹവും ഇല്ലല്ലോ. പിന്നെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആദ്യത്തെ പോലെ ഒരു വലിയൊരു ഫ്രണ്ടിനെ പോലെയൊക്കെ പെരുമാറി. അതൊക്കെ അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു. അതൊക്കെ അങ്ങനെയൊക്കെ ആ മോനെ ജാതകത്തിലൊരു ദോഷ സമയം എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറിയതായിട്ട് ഞാനങ്ങ് കാണിച്ചു. അപ്പോഴത്തേക്ക് ഇവരൊരു ശരിയായി. അത് ശരിയായി. ഇന്ദ്രൻ്റെ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു എൻജിനീയറിങ്ങിന്. രാജു അപ്പോഴത്തെ ഓസ്ട്രേലിയയിലോട്ട് പോയി. അപ്പോൾ എനിക്ക് ഒരു പോട്ടെ മക്കളെ ഓരോ വഴിക്കായല്ലോ എന്നുള്ള ഒരു സമാധാനം. അങ്ങനെ ആ ഒരു ഇതിനകത്തുനിന്ന് പിന്നെ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവർ എൻ്റെ 2 മക്കളും കൂടെ എനിക്ക് തന്നതാണ്. തീർച്ചയായിട്ടും അതെ, അതിന്നും അതെ. എനിക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ആരും അറിയാതെ എൻ്റെ മക്കളെ വിളിക്കും. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തവർ വരും, വരികയും ചെയ്യും. എന്താ അമ്മേ, അത് അപ്പം ചോദിക്കും. പിന്നെ അവർക്കറിയാം അങ്ങനെ എപ്പോഴും കൊണ്ട് സാമ്പത്തിക സഹായം ഇപ്പം അമ്മയ്ക്ക് ആവശ്യമില്ല എന്നുള്ളത് അറിയാം. എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയാറുണ്ട്. ഇപ്പം തന്നെ ആസ്റ്ററിൽ എൻ്റെ 2 മക്കളും പൈസയും കൊണ്ട് വന്നു, ചെക്ക് കൊടുക്കും. ഞാൻ പറയടാ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇവനെന്തിനാ വെറുതെ ഒരു കാര്യം ഒരുപാടുണ്ടെങ്കിൽ ഞാൻ നേരം ഞാൻ കൊണ്ട് ബാങ്കിൽ ഇട്ടുള്ളത് എന്നൊക്കെ തമാശയൊക്കെ പറഞ്ഞ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോകും. പിന്നെ എന്നാലും അല്ല അവിടെ ഭക്ഷണം വാങ്ങിച്ചതോ അതോ ഇതൊക്കെ അതിന് പോലും എന്നെ കൊണ്ട് അങ്ങനെ ചിലവാക്കിപ്പിക്കാറില്ല പിള്ളേർ. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമ്മുടെ ആവശ്യത്തിന് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, നമുക്കൊരു ദുഃഖം വരുമ്പോൾ അടുത്ത പ്ലെയിനിലെത്തുന്ന മക്കൾ, ഇതുപോലെ ദൈവം തരുന്നൊരു അനുഗ്രഹം. ഇത് കൂടുതലില്ല. നീയൊക്കെ ഇവിടെ വന്നിട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു പറഞ്ഞാൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്. 2 മക്കളും
സംരംഭകരാണല്ലോ. രണ്ടുപേരും സ്വന്തമായിട്ട്, അതായത് അവരുടെ ഭർത്താവിൻ്റെതല്ലാത്ത ഒരു ഐഡന്റിറ്റിയിൽ നിൽക്കുന്ന സ്ത്രീകൾ കൂടിയാണ്. അതിന് എപ്പോഴെങ്കിലും മല്ലികമ്മ ഒരു ഉപദേശമായിട്ടോ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടോ രണ്ടുപേരും, അതായത് ഇപ്പൊ പൂർണിമ സ്വന്തമായിട്ട് ഒരു ഫേം തുടങ്ങി, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്ന സുപ്രിയാണ്. അങ്ങനെ മല്ലികമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു ഉപദേശം അവരെ? അല്ല, എനിക്കുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 മരുമക്കളോടും ഇങ്ങനെ തുടരാവൂ. അല്ലാതെ അവരുടെ ഐഡന്റിറ്റി വേറെ എന്തോ ആണെന്നൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാ. ഞാൻ അങ്ങനെ അവരാരും ഇല്ലാത്ത ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടികൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടേ കല്യാണം കഴിക്കാവൂ. കല്യാണം തീരുമാനിച്ച് സ്നേഹിച്ച് കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് വേറൊരു ജോലി എന്ന് പറയുന്നത് അത് പൂർണ്ണ കറക്റ്റാ. കാരണം പുള്ളിക്കാരത്തിയുടെ പ്രാണയ്ക്കകത്ത് പുള്ളിക്കാരത്തി തന്നെ ഡിസൈൻ ചെയ്ത് വരച്ച്, അപ്പോൾ പ്രൊഡക്ഷൻ ഏൽക്കുമ്പോൾ സുപ്രിയയ്ക്ക് നല്ല ജോലിയാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങ് തളർന്നിട്ട് ചിലപ്പോൾ മുൻചുണ്ടിയൊക്കെ വരുവച്ചിരേ. അപ്പം പറയും ഇതെല്ലാം കൂടെ ആ കൊച്ചിനെ ഏൽപ്പിക്കാതെ അതാണ് അതിനാകെപ്പാടെ തളർന്ന് കിടക്കുക. അല്ലല്ല, അതൊക്കെ പറയാൻ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മരുമക്കളോടും കൂടെ ഉള്ള ഉപദേശമാണ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി, ഇപ്പം എൻ്റെ ഐഡൻറ്റിറ്റി ഏറ്റവും വലുത് എന്താണെന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന കോളേജുകളിൽ ആമ്പിള്ളാർ ചോദിക്കാറുണ്ട്. ഞാൻ പറയാം മോനെ, എൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി മിസ്സസ് മല്ലിക സുകുമാരൻ. പിന്നെ ശേഷം വന്നതാ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒക്കെ. അദ്ദേഹം തന്നേച്ച് പോയതാ. അല്ലാതെ അവരുടെ കെയർ ഓഫിലല്ല ഞാൻ അറിയുന്നത്. ഇന്ന് എൻ്റെ മരുമക്കളുടെ കെയർ ഓഫിലും അല്ല ഞാൻ അറിയുന്നത്. അത് ഞാനായിട്ട് പിടിച്ചു വാങ്ങിച്ച ഐഡൻറ്റിറ്റി അല്ല. ഞാൻ വളർന്ന സാഹചര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന മര്യാദകളും വെച്ച് ഞാൻ എങ്ങനെ സമൂഹത്തിൽ പെരുമാറുന്നു എന്നുള്ളത് മെജോറിറ്റി തീരുമാനിച്ചിട്ട് പറയണം. ഈ അമ്മ അയ്യോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നാൽ ആദ്യം വലിയ ചേച്ചി ആവുന്ന പോലെയൊക്കെ സഹായിക്കും കേട്ടോ. അതുണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് മോനെ. പിന്നെ നമ്മളതല്ലാതെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് അഭിനയിക്കാൻ നിന്നാൽ ജാടയാന്ന് പറയും, അല്ലേ? അപ്പം ഞാൻ ഈ പിള്ളേരോടും പറയാം, മോളെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എന്തെല്ലാം പറഞ്ഞാലും അതിനകത്ത് അവരുടെയും കൂടെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് സാധാരണ ഏത് പൊട്ടനെ അറിയാൻ വയ്യാത്തേ. അല്ലാതെ ഇപ്പോൾ വന്നപ്പോഴേ എല്ലാവരും ഇങ്ങനെ ലക്ഷങ്ങളും വാരി ബാഗിനകത്ത് വെച്ചുകൊണ്ടാണോ? ഞാൻ ആരുടെ ഒന്നും 10 പൈസ വാങ്ങിക്കത്തുമില്ല, വാങ്ങിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെനിക്ക് പ്രധാനമാണ്. പക്ഷേ ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എൻ്റെ മരുമക്കൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന്. ഞാൻ അന്വേഷിക്കത്തില്ല. എന്തിനാ അത്?